ഞാൻ നാസർ പന്നാൻ. ചാനൽ 5+ലേക്ക് സ്വാഗതം. കേരള നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. LDFിനും UDFിനും NDAക്കുമൊക്കെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അവർക്കൊക്കെ ഏറെ പ്രതീക്ഷയും അതിലേറെ ഉത്കണ്ഠയും ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് UDF തുടർച്ചയായി പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. ഇനിയും ഒരു 5 വർഷം കൂടെ പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് UDFിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും മുന്നണി നയിക്കുന്ന കോൺഗ്രസ്സിന് ഇനി ഒരു 5 വർഷം കൂടി പ്രതിപക്ഷത്തിരുന്നാൽ കനത്ത നഷ്ടമായിരിക്കും ഉണ്ടാവുക. പാർട്ടിയിൽ ഭിന്നിപ്പും ഗ്രൂപ്പീസവും പല നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്ന സാഹചര്യവും ഉണ്ടാവും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റ് UDFിലെ ഘടകകക്ഷികളൊക്കെ തന്നെ എല്ലാ ഭിന്നിപ്പുകളും മറന്ന് പ്രാദേശികമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൽ നേരിടുകയും ഒന്നിച്ച് നിന്നാൽ കേരളത്തിൽ ചരിത്ര വിജയം നേടാൻ കഴിയുകയും ചെയ്യുമെന്ന് തെളിയിച്ചത്. CPM വർഷങ്ങളായി അടക്കി ഭരിച്ചിരുന്ന പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഒക്കെ തന്നെ UDFിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് ഈ ഐക്യത്തിൻ്റെ ഫലമായിട്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരിക്കും. കഴിഞ്ഞ 10 വർഷക്കാലത്തെ തുടർ ഭരണത്തിൻ്റെ എല്ലാ വഴികളും വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ മുടിനാരിയ ചീന്തി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും അഴിമതി നിറഞ്ഞ കെടുകാര്യസ്ഥതയും ധൂർത്തും അതുപോലെ തന്നെ തനിക്കെതിരെയുള്ള എതിർ ശബ്ദങ്ങളെ അതിക്രൂരമായി അടിച്ചമർത്തുന്ന പിണറായിയുടെ ഏകാധിപത്യ ഭരണവും സ്വന്തം മരുമകനും മകൾക്കുമൊക്കെ വേണ്ടിയുള്ള വഴിവിട്ട പ്രവർത്തനങ്ങളും ഇതൊക്കെ ഇനി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചിലപ്പോൾ എണ്ണി കണക്ക് പറയേണ്ടി വരും. രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല എന്നൊക്കെ പറയുന്നത് പോലെ ചില നീക്കുപോക്കുകളും അന്തർധാരകളൊക്കെ നടക്കുമ്പോൾ പല വൻതോക്കുകളും ഇതിന്നൊക്കെ രക്ഷപ്പെടാറുമുണ്ട്. നമുക്കറിയാം TP ചന്ദ്രശേഖരൻ വധത്തിൽ അതിൻ്റെ യഥാർത്ഥ പ്രതികളെ അടുത്തേക്ക് അന്വേഷണം വരുമ്പോൾ പല നീക്കുപോക്കുകളും നടത്താൻ നിർബന്ധിതരാകുകയും അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് തയ്യാറാകാതിരുന്നപ്പോൾ തിരുവഞ്ചൂരിനെ മാറ്റി രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കിയതൊക്കെ നമ്മൾ മറന്നിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ പുതിയ നേതൃത്വത്തിൽ വന്ന BJPക്ക് ഏറെ കൊട്ടിഘോഷിച്ച കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള ചെറിയ ചില വിജയങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയതിനേക്കാളും പ്രത്യേകിച്ചും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും വോട്ടിംഗ് ശതമാനം ഗണ്യമായി കുറയുകയാണ് ചെയ്തത്. ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് അടക്കം BJPക്ക് വോട്ടിംഗ് ശതമാനം വളരെയധികം കുറഞ്ഞു. കേരളം അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അലയടിച്ച ഇടതുപക്ഷ വിരുദ്ധ തരംഗം പോലെ തന്നെയാണ് നിരന്തരം കേന്ദ്ര ബജറ്റുകളിൽ കേരളത്തെ അവഗണിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരെയുള്ള BJPക്കെതിരെയുള്ള ജനവികാരവും BJP അണികൾക്കിടയിൽ നിന്ന് തന്നെ കേരളത്തോടുള്ള അവഗണനക്കെതിരെ അമർഷം പൊന്തി വന്നിട്ടുണ്ട്. ഇതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു 10 സീറ്റെങ്കിലും എങ്ങനെയൊക്കെ നേടാൻ കഴിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതിന് ആളും അർത്ഥവും ഒക്കെ ചെലവഴിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളും ഒക്കെ BJPക്ക് ഉണ്ട് താനും. കേരളം അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അലയടിച്ച ഇടതുപക്ഷ വിരുദ്ധ തരംഗം പോലെ തന്നെയാണ് നിരന്തരം കേന്ദ്ര ബജറ്റുകളിൽ കേരളത്തെ അവഗണിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരെയുള്ള BJPക്കെതിരെയുള്ള ജനവികാരവും BJP അണികൾക്കിടയിൽ നിന്ന് തന്നെ കേരളത്തോടുള്ള അവഗണനക്കെതിരെ അമർഷം പൊന്തി വന്നിട്ടുണ്ട്. ഇതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു 10 സീറ്റെങ്കിലും എങ്ങനെയൊക്കെ നേടാൻ കഴിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതിന് ആളും അർത്ഥവും ഒക്കെ ചെലവഴിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളും ഒക്കെ BJPക്ക് ഉണ്ട് താനും. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ വരാൻ പോകുന്ന അടിയൊഴുക്കുകളെക്കുറിച്ചും അവിടുത്തെ വിജയ സാധ്യതകളും ഈ സാധ്യതയെ അട്ടിമറിക്കാൻ ഇടവരുത്തുന്ന
ചില പ്രവണതകളും സ്ഥാനാർത്ഥി നിർണയങ്ങളും ഒക്കെ ചർച്ച ചെയ്യാം. നമുക്ക് മലപ്പുറം ജില്ല തന്നെ എടുക്കാം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മുഴുവൻ സീറ്റും തൂത്തുവാരാനും അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളും ബ്ലോക്കുകളും മുനിസിപ്പാലിറ്റിയിലുമൊക്കെ മൃഗീയമായ ഭൂരിപക്ഷം നേടി CPMന് ഭരണത്തിൻ്റെ 7 അയലത്ത് പോലും വരാൻ അനുവദിക്കാത്ത ചരിത്ര വിജയമാണ് UDF കരസ്ഥമാക്കിയത്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും മുന്നണി പരാജയപ്പെടുന്ന സമയത്ത് പോലും മലപ്പുറം ജില്ല UDFൻ്റെ ഉരുക്കുകോട്ടയായിട്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പൊന്നാനി, തവനൂർ, താനൂർ, നിലമ്പൂർ എന്നീ 4 നിയോജകമണ്ഡലങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികളും ബാക്കി 12 സീറ്റിൽ UDFുമാണ് വിജയം നേടിയത്. ഈ CPM ലഭിച്ച 4 സീറ്റിൽ പൊന്നാനി മാത്രമാണ് CPMകാരൻ എന്ന് പറയാൻ കഴിയുന്നത്. സിഗരറ്റ് രാജാവ്, അതുപോലെ തന്നെ ഞാൻ ഓരോരുത്തർ പേരെടുത്ത് പറയുന്നില്ല, പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഊണും ഉറക്കും ഒഴിവാക്കി അടിയും ഇടിയും കൊണ്ട് പാവപ്പെട്ട പാർട്ടി സഖാക്കൾക്കൊന്നും തന്നെ ജയസാധ്യതയുള്ള സീറ്റുകൾ നൽകാതെ ജയസാധ്യതയുള്ള സീറ്റുകളൊക്കെ തന്നെ പാർട്ടിക്ക് പുറത്തുള്ള ആളുകളെ സ്വതന്ത്രനായി മത്സരിപ്പിച്ചിട്ടാണ് CPMന് ഈ 4 സീറ്റ് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. അതിലെന്നും കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയായിട്ട് ജയിച്ചത് പഴയകാല കോൺഗ്രസ്സുകാരനായ PV അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ടാണ്. PV അൻവർ MLA ആയതിനു ശേഷം മലപ്പുറം ജില്ലയിലെ CPMന്റെ മുന്നണി പോരാളിയായിരുന്നു. പാർട്ടിയുടെ അണികൾക്ക് അദ്ദേഹം കടന്നൽ രാജാവും പലർക്കും ദൈവതുല്യനും ഒക്കെ ആയിരുന്നു. അദ്ദേഹം മുന്നണി വിട്ട് CPMന്റെ അടുത്തു നിന്നൊക്കെ രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിന് ഇല്ലാത്ത കുറ്റങ്ങളില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ PV അൻവർ പിണറായി വിജയനുമായി തെറ്റി ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് വിട്ട് MLA സ്ഥാനം രാജിവെച്ചപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്താണ് അവിടെ ജയിച്ചത്. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് വിട്ടുവന്ന PV അൻവറിനെ ഐക്യജനാധിപത്യ മുന്നണി എടുക്കണമെന്ന് UDFിലെ ഒട്ടുമിക്ക ഘടകകക്ഷികൾക്കും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്കും അണികൾക്കുമൊക്കെ അതിയായ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അമ്പിനും വില്ലിനും അടുക്കാത്ത നിലപാടാണ് എടുത്തത്. സത്യത്തിൽ അന്ന് VD സതീശനെ എല്ലാവരും വിമർശിച്ചപ്പോൾ VD സതീശൻ 100% ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഐറ്റം ചെയ്തിരുന്നു. അന്ന് എന്നെ പലരും വിളിച്ചിട്ട് പറഞ്ഞു, നാസർ ഇത് നീ ചെയ്ത് ശരിയായില്ല, എങ്ങനെയെങ്കിലും പിണറായി വിജയനൊരു കനത്ത തിരിച്ചടി നൽകണമെങ്കിൽ PV അൻവറും കൂടെ UDFിൽ വേണം, എങ്കിലേ അവിടെ നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പലരും അവകാശപ്പെട്ടിരുന്നു. PV അൻവറിനെ പരമാവധി പ്രകോപിപ്പിച്ചുകൊണ്ട് നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചതിന് പിന്നിൽ VD സതീശന്റെ കാഞ്ഞ ബുദ്ധിയാണ്. വളരെ തന്ത്രപൂർവമായ ഒരു അട്ടിയ നീക്കമാണ് അവിടെ VD സതീശൻ നടത്തിയതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിനുള്ള ജനസമ്മതി ആര്യാടൻ ഷൗക്കത്തിനില്ല. മാത്രമല്ല വ്യാപാരി വ്യവസായികൾ, കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർ, ചില ഗ്രൂപ്പ് നേതാക്കൾ, മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആളുകൾ, അതുപോലെ തന്നെ എന്നും കോൺഗ്രസിന് പിന്തുണ നൽകിയിരുന്ന നിഷ്പക്ഷമതികളായ നിലമ്പൂരിലെ ചില വോട്ടർമാർ, ഇവരൊന്നും തന്നെ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യുകയില്ല. അവിടെ ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ മത്സരിക്കുമ്പോൾ PV അൻവർ എന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അതിൻ്റെ മധ്യത്തിലില്ലെങ്കിൽ ഈ വോട്ടുകൾ നേരെ CPMന് ലഭിക്കും. എന്നാൽ CPMന് മനസ്സോടെ വോട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഈ പ്രവർത്തകരൊക്കെ തന്നെ PV അൻവർ എന്നൊരു സ്ഥാനാർത്ഥി ഉള്ളത് കൊണ്ട് CPMന് നൽകാതെ അത് PV അൻവറിന് നൽകി. അങ്ങനെയാണ് 20,000-ഓളം വോട്ട് PV അൻവറിന് ലഭിച്ചത്. ആ വോട്ട് PV അൻവറിന് ലഭിക്കാതെ അത് ഇടതുപക്ഷത്തിന് ലഭിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ മറ്റൊന്നാകുമായിരുന്നു. ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFന് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ തന്നെ 100% വിജയം നേടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിലുള്ളത്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊന്നാനി പോലും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അവിടെ അവരിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പോകുന്ന 2 മണ്ഡലങ്ങൾ, അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് നിലമ്പൂരാണ്,
രണ്ടാമത്തത് മങ്കടയാണ്. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ പി.വി. അൻവർ എന്ന ഒരു സ്ഥാനാർത്ഥി അപ്പുറത്തുള്ളത് കൊണ്ട് അത് CPM ലഭിക്കാതെ അൻവറിന് ലഭിച്ചു. എന്നാൽ ഇന്ന് അൻവർ UDFിനോടൊപ്പമാണുള്ളത്. ആ സാഹചര്യത്തിൽ നിലവിലുള്ള ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ നേരെ CPMന് ലഭിക്കുമെന്നൊരു കണക്കൂട്ടലാണ് CPMനുള്ളത്. അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ അതിഗുരുതരമായ ചില ആരോപണങ്ങളും ഒന്ന് രണ്ട് സ്ത്രീ വിഷയങ്ങൾ വരെ അവർ കുത്തിപ്പൊക്കി കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിലമ്പൂരിൽ വിജയം എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ UDFിൻ്റെ പ്രവർത്തകർ നേതാക്കൾ ആര്യാടൻ ഷൗക്കത്തിന് സുരക്ഷിതമായ ജില്ലയിലെ തന്നെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റിയിട്ട് പകരം അവിടെ VS ജോയിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതായിരിക്കും വിജയസാധ്യത കൂടുതൽ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ മങ്കട നിയോജകമണ്ഡലം CH മുഹമ്മദ് കോയ സാഹിബും കൊരമ്പയിൽ അഹമ്മദാജിയും ഒക്കെ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച പാരമ്പര്യമുള്ള അതേ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മഞ്ഞളാംകുഴി അലി മത്സരിച്ച് 2 തവണ ലീഗിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതേ മഞ്ഞളാംകുഴി അലി മുസ്ലിം ലീഗിലേക്ക് വരികയും വീണ്ടും അവിടെ മത്സരിക്കുകയും മണ്ഡലം UDFന് നേടിത്തരുകയും ചെയ്തു. അതുപോലെ തന്നെ ഭൂരിപക്ഷത്തിൽ വളരെ ഏറ്റക്കുറച്ചിലുണ്ടാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് അവിടെ. T. അഹമ്മദ് കബീർ അവിടെ ജയിച്ചത് 1500 പരം വോട്ടുകൾക്കാണ്. തൊട്ടുമുമ്പത്തെ പ്രാവശ്യം അദ്ദേഹം 23,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അതേ മണ്ഡലത്തിൽ 1500 പരം വോട്ടായിട്ട് ഭൂരിപക്ഷം കുറഞ്ഞു. ഈ മണ്ഡലം CPM പ്രത്യേകം നോട്ടമിട്ടൊരു മണ്ഡലമാണ്. മങ്കട നിയോജകമണ്ഡലം അതിൻ്റെ സമീപത്തുകാരനായ ഒരു നന്മ മരത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാൻ CPM ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി അതിന് സമ്മതം മൂളിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആ കക്ഷി അവിടെ സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കനത്ത മത്സരം തന്നെ മങ്കടയിലുണ്ടാകും.